ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും വീണ്ടും വരുമെന്ന് അറിയിച്ചവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 30 ജാനുവരി 2026 വെള്ളിയാഴ്ച. ഇന്നത്തെ ചിന്താവിഷയം പദവി ആഗ്രഹിക്കുന്നവരുടെ മനോവ്യസനം. പദവി ആഗ്രഹിക്കുന്നവരുടെ മനോവ്യസനം. മർക്കോസ് എവൻഗേലിയോസ് സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം എന്ന്. പദവികളോടും സ്ഥാനമാനങ്ങളോടുമുള്ള ആഗ്രഹവും അഭിനിവേശവും ആരിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതേയില്ല. അല്ലെങ്കിലും എന്തിനാണ് സർവസംഘ പരിത്യാഗിയായി ജീവിക്കുവാൻ ഉടലിൽ തീരുമാനമെടുത്തവർ അവസാന നിമിഷത്തിൽ വലതും ഇടതും ഇരിക്കുവാനുള്ള അവകാശങ്ങൾ യേശുവിനോട് ചോദിക്കുന്നത്? നമ്മൾ ഇവിടെ കാണുന്നത് സബദി പുത്രന്മാരെയാണ്. അവർ രണ്ടുപേരും, ഒരാൾ കർത്താവിൻ്റെ വലത്ത് സൈഡിലും ഒരാൾ ഇടത്ത് സൈഡിലും ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന അവരുടെ ആ ഇച്ഛ അവനെ അറിയിക്കുന്നതായാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്: എല്ലാവരുടെയും ഉള്ളിലും സ്ഥാനമാനങ്ങളോടും പദവികളോടും അംഗീകാരങ്ങളോടും ആഭിമുഖ്യങ്ങൾ ഉണ്ട് എന്നതാണ്. അതിന് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാമെന്ന് മാത്രം. ലോകത്ത് ഇന്ന് തിന്മയും അക്രമവും വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണവും അധികാരത്തോടും പദവികളോടുമുള്ള ആ താല്പര്യമാണ് എന്നത് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദൈവത്തെ പോലെയാകാനും ദൈവത്തിൻ്റെ സ്ഥാനം കരസ്ഥമാക്കുവാനുമുള്ള ആഗ്രഹമായിരുന്നു ആദ്യ പാപത്തിന് കാരണമായത്. അതായത് ആദ്യ അനുസരണക്കേട് പോലും രൂപപ്പെട്ടത് പദവികൾക്ക് വേണ്ടിയായിരുന്നുവെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. ദൈവത്തെ പോലെയാകുവാൻ വേണ്ടിയിട്ടാണ് ഹവ്വ ആയും ആദാമും ആ തെറ്റ് ചെയ്തത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. നമുക്ക് ചെറിയ സ്ഥാനങ്ങൾ പോരാ, ചെറിയ പദവികൾ പോരാ, ചെറുതാകാൻ മനസ്സില്ലാത്തതുപോലെ ചെറിയ സ്ഥാനങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുവാനും നമുക്കാവില്ല. ഏറ്റവും മുന്തിയതാണ് നമുക്ക് ഏവർക്കും വേണ്ടത്, ഏറ്റവും നല്ലത്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നാം കഷ്ടപ്പെടുന്നതും ശ്രമിക്കുന്നതും എല്ലാം എന്നതിന് രണ്ട് അഭിപ്രായം ഉണ്ടാകുകയില്ല. യാക്കോബ് ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശ സ്ഥാനം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നിടത്ത് കാണുന്നതും ഇത് തന്നെയാണ്. സഹോദരന് അവകാശപ്പെട്ട സ്ഥാനവും പദവികളും അയാൾ കുതന്ത്രത്തിലൂടെ സ്വന്തമാക്കുകയായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ട് ചരിത്രത്തിൽ നാം നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനേകം സംഘടനകൾ അരങ്ങേറുന്നതായി കാണുന്നു. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടവയും തങ്ങൾ തന്നെക്കാൾ യോഗ്യതയുള്ളവർക്ക് അർഹപ്പെട്ടിരിക്കുന്നതുമായ പദവികൾ ഏതു വിധേനയെങ്കിലും സ്വന്തമാക്കുന്നവർ, കരസ്ഥമാക്കുന്നവർ, മറ്റുള്ളവർ അവകാശങ്ങളെ ധ്വംസിക്കുന്നവർ ആണ് ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അധികാരവും പദവിയും സ്വർഗം തന്നെയും വിട്ടുപേക്ഷിച്ച് മണ്ണിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തു ആയിരിക്കണം ഇവിടെ നമ്മുടെ മാതൃകയാകേണ്ടത്. യേശു കർത്താവ് ഒരു സ്ഥാനവും ആഗ്രഹിച്ചിട്ടില്ല, ഒരു പദവിയും സ്വന്തമാക്കിയിട്ടുമില്ല. സ്വർഗം വിട്ടിറങ്ങിയ യേശു കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്ര കുരിശിൻ്റെ പീഡന പർവ്വങ്ങളിലേക്കായിരുന്നു. അക്കാര്യം ശിഷ്യന്മാരോട് മുൻകൂട്ടി പറയുകയും ചെയ്തിരുന്നു. എന്നിട്ടും അവർക്കത് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയി എന്ന് മർക്കോസ് എവൻഗേലിയോസ് സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാത്രവുമല്ല, നിലയും വിലയുമുള്ള ഒരാളെയും ക്രിസ്തു കൂടെ ചേർത്തതുമില്ല എന്ന് നാം മനസ്സിലാക്കണം. സമൂഹത്തിലെ വിവിധ തുറകളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പിടി പേർ, അവരെ പദവി നോക്കിയോ സ്ഥാനം നോക്കിയോ അല്ല യേശു കർത്താവ് വിളിച്ചത്. താഴത്തെ തട്ടിൽ നിന്നും മഹത്തായ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ പദവിയിലേക്ക് വന്നവരായിരുന്നു അവർ. എന്നിട്ടും യേശുവിൻ്റെ ശിഷ്യരായപ്പോൾ അവർ ഓരോ പദവികൾ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സബദി മക്കൾ ഇടതും വലതും ഇരിക്കുവാനുള്ള അവകാശം ചോദിക്കുന്നു. യൂദ പണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. പദവികൾ വഹിക്കുമ്പോൾ അതിന് നിന്നെ പ്രേരിപ്പിക്കുന്ന വികാരം എന്താണ് എന്ന് കൂടി ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനോ അതോ സ്വയം മേനി
നടിക്കാനോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. പദവികളുടെയും സ്ഥാനമാനങ്ങളുടെയും നിരർത്ഥകത മനസ്സിലാക്കണമെങ്കിൽ കുരിശിലേക്ക് നോക്കണം, കുരിശിനെ പിൻചൊല്ലണം. കുരിശായിരിക്കണം നമ്മുടെ മാതൃക. സ്വയം ശൂന്യവൽക്കരണത്തിന്റെ ഉദാത്ത മാതൃക അതാണ് കുരിശ്. അധികാരത്തിനും പദവികൾക്കും അപ്പുറവുമായി കുരിശിന്റെ അനുഭവങ്ങളെ ഏറ്റെടുക്കാൻ നാം തയ്യാറാകണം. അതിന് നാം തയ്യാറാണോ എന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ട കാലത്താണ് നാം ജീവിച്ചിരിക്കുന്നത്. എത്രയോ ചെറിയിടങ്ങളിൽ നിന്നും വിളിച്ച് ചേർക്കപ്പെട്ടവരായിരുന്നു നാം എന്ന് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു ഞാൻ വഹിച്ചിരുന്ന പദവി? അവകാശപ്പെടുത്താനുള്ള എൻ്റെ യോഗ്യത ഒന്ന് ഉണ്ടായിരുന്നില്ല, ദൈവത്തിൻ്റെ കൃപ മാത്രം. എന്നിട്ടും നമ്മളിപ്പോഴും ഇതിനെ കഴിഞ്ഞും വലിയ പദവിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാലം. നീ ഇപ്പോൾ അലങ്കരിച്ചിരിക്കുന്ന പദവിയും ഇപ്പോൾ നിനക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനമാനങ്ങളും എന്ത് തന്നെയും ആയിരുന്നു കൊള്ളട്ടെ, എത്ര ഉയർന്നതുമായിക്കൊള്ളട്ടെ, അവയെ എളിമയോടെ സ്വീകരിക്കുക, വിശുദ്ധിയോടെ നോക്കിക്കാണുക, ഹൃദയ നൈർമല്യത്തോടെ സ്വന്തമാക്കുക. തൻ്റെ കഴിവും സാമർഥ്യവുമാണ് ഓരോ പദവിയും സ്ഥാനമാനങ്ങളുമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ താൻ ആയിരിക്കുന്ന ഒരു പദവിയിലും ദൈവകരം കാണുവാൻ കഴിയില്ല. ദൈവകരം കാണാൻ കഴിയാത്ത ഒരാൾ അഹങ്കാരിയാകുന്നു. സ്വന്തം നേട്ടങ്ങളിൽ മാത്രം അയാൾ അഭിരമിക്കുന്നു. അയാൾക്ക് അവിടെ എളിമ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. എളിമയോടെ സ്ഥാനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നിടത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. പദവികളെ സ്ഥാനമാനങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങുക. അപ്പോൾ നാം കൂടുതൽ ശുദ്ധിയുള്ളവരാവും. നമ്മുടെ പദവികളും മറ്റുള്ളവരുടെ, അതായത് ഏത് പോസ്റ്റിൽ ആര് ചെന്ന് ചേരണം എന്നുള്ളത് ദൈവ തീരുമാനമാണ്. ആ തീരുമാനം അനുസരിച്ച് പോകണമെന്നുണ്ട് എങ്കിൽ നാം ദൈവവിശ്വാസികളായിരിക്കണം. ദൈവവിശ്വാസി ആകുകയും നമ്മൾക്ക് എല്ലാറ്റിനും സ്തോത്രം പറയുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത് എങ്കിൽ ദൈവം നമ്മളെ നല്ല നിലയിൽ എത്തിച്ചേർക്കും എന്നതിന് സംശയവുമില്ല. അതിനായി നാം സൽപ്രവൃത്തികൾ ചെയ്യുകയും നല്ല ശുദ്ധ ഹൃദയമുള്ളവർ ആയിത്തീരുകയും ആണ് ചെയ്യേണ്ടത്. ആ ശുദ്ധ ഹൃദയം ഉണ്ടാകുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ നമ്മൾ പദവിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പദവി ആഗ്രഹിക്കുന്നവരുടെ മനോവ്യസനം കാരണം അവർ എങ്ങും എത്താതെ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്നവരും ഒരിക്കലും ഇന്നുവരെ രക്ഷപ്പെടുവാൻ അവർക്ക് സാധ്യമായിട്ടില്ല. ആയതിനാൽ നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം. ദൈവത്തിൽ ശരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. സ്വർഗരാജ്യത്തിൽ നമുക്ക് ഒരു അവകാശവും കിട്ടും എന്നതിന് രണ്ട് അഭിപ്രായം ഉണ്ടാകുകയില്ല. ആയതിനാൽ നമുക്ക് എല്ലാവർക്കും ദൈവത്തിൽ ശരണപ്പെടാമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.